നമ്മുടെ ഗാലനോമീറ്ററുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കറന്റ് ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാലനോമീറ്റർ ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാലനോമീറ്റർ. എന്താണ് കറന്റ് സെൻസിറ്റിവിറ്റി, എന്താണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി? ഇക്വേഷൻ ഇങ്ങനെയാണ്: കറന്റ് സെൻസിറ്റിവിറ്റി ഈക്വൽ ടു ഫൈ ഡിവൈഡഡ് ബൈ ഐ. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിഫ്ലക്ഷൻ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കറന്റ്. കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഫൈ ഡിവൈഡഡ് ബൈ ഐ ആ. അതായത് എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറന്റ്. എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറന്റിനെ വിളിക്കുന്ന പേരാണ് കറന്റ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഫൈ ഡിവൈഡഡ് ബൈ വി. എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ്. കറന്റ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാലനോമീറ്റർ ഈസ് ദ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറന്റ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാലനോമീറ്റർ ഈസ് amount of deflection per unit potential difference or unit volt. ഓക്കെ, ഇനി ഫൈ ബൈ ഐക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ മുൻപ് കണ്ടെത്തിയ ഇക്വേഷനിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. ഫൈ ഈക്വൽ ടു ബി എ എൻ ഡിവൈഡ് ബൈ കെ ഇൻറ്റു ഐ. അതിൽ ഐ എന്ന് പറയുന്ന കറൻറ്റിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫൈ ഡിവൈഡ് ബൈ ഐ ഐ. ഫൈ ബൈ ഐ ഇസ് ഈക്വൽ ടു ബി ഐ എൻ ഡിവൈഡ് ബൈ കെ. ഇനി നമുക്ക് ഫൈ ബൈ വിക്കുള്ള എക്സ്പ്രഷൻ കണ്ടെത്തണമെങ്കിൽ ആ ഐ എന്ന് പറയുന്ന കറൻറ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. നമ്മുടെ ഓംസ് ലോ അനുസരിച്ച് വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. അങ്ങനെയെങ്കിൽ ഐ എന്താണ്? വി ഡിവൈഡഡ് ബൈ ആർ. ഫൈ ഈക്വൽ ടു ബി എ എൻ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ഐക്ക് പകരം വി ഡിവൈഡഡ് ബൈ ആർ എഴുതി. അതിനുശേഷം വി എന്ന് പറയുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. Phi by V is equal to BAN divided by KR. Current sensitivity phi by I is equal to BAN by K. Voltage sensitivity phi by V is equal to BAN divided by KR. ഇവിടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ടേം കൂടുതലുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും തമ്മിൽ. ഡെഫിനേഷൻ ഒന്നും കൂടി ഓർത്തെടുക്കാം. ഫൈ ബൈ ഐ അതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി, എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ട് ആണ്, അതല്ലെങ്കിൽ പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇതിൻ്റെ ഇക്വേഷൻ ബാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വായിക്കാം. ബാൻ ബൈ കെ, ഇത് ബാൻ ഡിവൈഡഡ് ബൈ കെ ആർ. ഇനി ഒരു ഗാലനോമീറ്ററിൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അതേപോലെ തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം നോക്കാം നമുക്ക്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡാണ്. ഗാലനോമീറ്ററിൽ ഉപയോഗിക്കുന്ന ആ ഒരു മാഗ്നറ്റ്, രണ്ട് പോൾ പീസസ് ഉണ്ടായിരുന്നു, കോൺകേവ് ഷേപ്പുള്ള രണ്ട് പോൾ പീസസ് ഉണ്ടായിരുന്നു. ആ പോൾ പീസസ് അല്ലെങ്കിൽ ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കുക, അതായത് ബി കൂട്ടുക. കുഴപ്പമില്ല, ഫൈ ബൈ ഐ കൂടും, കാരണം ബിയും ഫൈ ബൈ ഐയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ടുള്ള പെർമനൻറ്റ് മാഗ്നറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് സെൻസിറ്റിവിറ്റിയും കൂട്ടാൻ പറ്റും, വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും കൂട്ടാൻ പറ്റും, കാരണം രണ്ടിലും ബി ന്യൂമറേറ്ററിലാണ് വരുന്നത്. ഇനി ഏരിയ ഓഫ് ദാറ്റ് റെക്റ്റാങ്കുലർ കോയിൽ നോക്കുക. കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും ഏരിയയുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ആ റെക്റ്റാങ്കുലർ കോയിലിൻ്റെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറണ്ട് സെൻസിറ്റിവിറ്റിയോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയോ കൂട്ടാൻ സാധിക്കും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ അതിൻ്റെ ആ റെക്റ്റാങ്കുലർ കോയിലിൻ്റെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള മൂവിങ് കോയിൽ ഗാലനോമീറ്ററിൻ്റെ സൈസ് കൂടും. അതായത് മൂവിങ് കോയിൽ ഗാലനോമീറ്റർ അല്ലെങ്കിൽ ഗാലനോമീറ്റർ ബൾക്കി ആയിരിക്കും. ഇനി നമ്മളതിൻ്റെ ഏരിയ കൂട്ടും തോറും എന്ത് സംഭവിക്കും? ഒരുപാട് ടേൺസ് നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ ലെങ്ത്ത് കൂടുന്നു, ആ ഒരു കോയിലിൻ്റെ ലെങ്ത്ത് കൂടുന്നു. നമ്മൾ ചുറ്റി വയ്ക്കുന്നത് ഒരു വയറാണ്, ആ വയറിൻ്റെ ലെങ്ത്ത് കൂടും, റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കുറയും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ്, ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. ആ ഒരു കോയിലിൽ ഒരുപാട്, ആ വയർ നമ്മൾ ഒരുപാട് പ്രാവശ്യം ടേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്റ്റാങ്കുലർ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വയർ അല്ല, ഒരു സിംഗിൾ സ്ട്രെയിറ്റ് വയർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നടുവിൽ വെച്ചിരിക്കുന്ന സോഫ്റ്റ് അയൺ, സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ആ ഒരു സോഫ്റ്റ് അയൺ കോറിൽ ഒരുപാട് പ്രാവശ്യം ചുറ്റിയെടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? റെക്റ്റാങ്കുലർ കോയിൽ ഉണ്ടാക്കുന്നത്.
ആ റെക്ടാങ്കുലർ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് പറ്റും. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഏരിയ കൂടും. അതായത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ടേൺ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സൈസ് കൂടും. അങ്ങനെയെങ്കിൽ മൂവിങ് കോയിൽ ഗാലനോമീറ്റർ ബൾക്കി ആകും. പ്ലസ് ഒരു ഡീമെറിറ്റും കൂടി ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു വയറിൻ്റെ ലെങ്ത് കൂട്ടുക എന്ന് തന്നെയാണ് അർത്ഥം. ലെങ്ത് കൂട്ടിയാലാണ് ഒരുപാട് പ്രാവശ്യം ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അവിടെ കുറയും. ഓക്കെ, അതായത് ഏരിയ കൂട്ടാനായിട്ട് പ്രായോഗികത ഇല്ല. അതായത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല ഏരിയ കൂട്ടുക. അതേപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു പ്രായോഗികതയില്ല. പ്രാക്ടിക്കലായിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. രണ്ടിനെയും പ്രശ്നം ഇതാണ്. ഏരിയ കൂട്ടി കഴിഞ്ഞാലും നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, ആ മൂവിങ് കോയിൽ ഗാലനോമീറ്റർ ബൾക്കി ആകും. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ ലെങ്ത് കൂടും, റെസിസ്റ്റൻസ് കൂടും, കറണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അവിടെ കുറയും. ഇനി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ടോർഷണൽ കോൺസ്റ്റൻ്റ് ആയിരുന്നു. ടോർഷണൽ കോൺസ്റ്റൻറ്റ് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് പറ്റും. കാരണം കെ എന്ന് പറയുന്ന ടോർഷണൽ കോൺസ്റ്റൻറ്റ് വരുന്നത് ഡിനോമിനേറ്ററിലാണ്. കെ വളരെയധികം, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായി ബന്ധപ്പെട്ട വാല്യൂ ആണ്, നമ്മുടെ കയ്യിലുള്ള ആ ഒരു സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ടോർഷണൽ കോൺസ്റ്റൻറ്റ് കുറവുള്ള സ്പ്രിങ്ങുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ടോർഷണൽ കോൺസ്റ്റൻറ്റ് കുറവുള്ള സ്പ്രിങ്ങുകളെ നമ്മൾ സെലക്ട് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും കൂട്ടാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഒരു 6 ഉണ്ട്, അത് കാര്യമായിട്ടുള്ള പ്രസക്തിയില്ല. കാരണം റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കുറയുന്നു നമുക്ക് ഓൾറെഡി മനസ്സിലായി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കുറയുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും കറണ്ട് സെൻസിറ്റിവിറ്റിയും കൂട്ടുന്നതിനായി പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുക. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റുകളെ അവിടെ വെക്കുക. അല്ലെങ്കിൽ ടോർഷണൽ കോൺസ്റ്റൻറ്റ് കുറയ്ക്കുക. ടോർഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കുറവുള്ള സ്പ്രിങ്ങുകൾ നമ്മൾ ആ മൂവിങ് കോയിൽ ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും.